ശ്രീ ഇടതുപാളയത്തിൽ വിള്ളലുണ്ടാക്കുമോ? കടുത്ത നിലപാടിൽ CPI. പദ്ധതിയുമായി മുന്നോട്ടെന്ന് CPM. CPIയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഇതോടെ തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം കൂടിയാലോചനയില്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ CPIക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. മുന്നണി മര്യാദയുടെ ലംഘനമാണ് വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നടപടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തങ്ങളുടെ എതിർപ്പിനെ മുഖവിലക്കെടുക്കാതെ വിവാദ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കടുത്ത അവഗണനയാണെന്നാണ് CPI വിലയിരുത്തൽ. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായിട്ടുണ്ട്. വിഷയം LDF ചർച്ച ചെയ്യുമെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഉറപ്പുപോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് അംഗീകരിക്കാനാകില്ല എന്നാണ് CPIയിലെ പൊതുവികാരം. മുന്നണി മര്യാദ ലംഘിച്ചത് ആയുധമാക്കിയുള്ള പോരിനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. CPM ദേശീയ നേതൃത്വത്തെ എതിർപ്പറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടത് പാർട്ടികളുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ദേശീയ നേതൃത്വത്തെ അറിയിക്കും. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് CPIയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. CPIയെ അപഹസിച്ചുവെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും തന്റെ പ്രസ്താവനകൾ വളച്ചൊടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണിയിലെ പ്രധാന പാർട്ടിയാണ് CPI. CPIക്ക് ചില വിഷയങ്ങളിൽ ആശങ്കകൾ ഉണ്ടാകാമെന്നും അവ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ കടുത്ത വിമർശനവുമായി SFI നേതാക്കൾ രംഗത്ത് വന്നു. PM ശ്രീയുടെ ഭാഗമായ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് SFI എതിരാണെന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. NEPയിലെ വർഗീയ നിലപാട് എതിർക്കപ്പെടേണ്ടതാണ്. വിദ്യാർത്ഥി സമൂഹത്തിന് അപകടമാണിത്. SFIക്ക് ആശങ്കയുണ്ട്. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു. NEPയിലെ മോശം കാര്യങ്ങൾ ഒഴിവാക്കി വേണം പദ്ധതി നടപ്പാക്കാനെന്നും സഞ്ജീവ് പറഞ്ഞു. വിളിച്ച മുദ്രാവാക്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന സമീപനം ഏത് കോണിൽ നിന്നായാലും തിരുത്തപ്പെടേണ്ടതാണെന്നാണ് SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ വ്യക്തമാക്കിയത്. കീഴടങ്ങൽ മരണവും ചെറുത്തുനിൽപ്പ് പോരാട്ടവുമാണ്. സംഘപരിവാർ കീഴടക്കുന്ന വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളത്തിലെ ക്യാമ്പസുകളിലും നാട്ടിൻപുറങ്ങളിലും ചർച്ച ചെയ്തതും സമരം ചെയ്തതും ഞങ്ങൾ മാത്രമാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ശരത് രവീന്ദ്രൻ പ്രതികരിച്ചു. മുൻ നിലപാടിൽ നിന്നും വ്യതിചലിച്ച് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായ ഇടത് സർക്കാരിനെതിരെ വിമർശനം ഘടിപ്പിച്ച് CPI വിദ്യാർത്ഥി സംഘടനയായ ASFും രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ASF V ശിവൻകുട്ടി ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്നും തുറന്നടിച്ചു. നിലപാടെന്നത് ഒരു വാക്കല്ല, അത് കാട്ടിക്കൊടുത്തത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻ അമരക്കാരൻ V ശിവൻകുട്ടി ആ ഇടതുപക്ഷത്തെ വഞ്ചിച്ചുവെന്നായിരുന്നു ASF സംസ്ഥാന സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിക്കെതിരെ തെരുവിൽ സമരത്തിനൊരുങ്ങുകയാണ് ASF. സർക്കാർ നടപടി വഞ്ചനാപരമായ നിലപാടെന്നാണ് ASF പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തുറന്നടിച്ചത്. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തെ അട്ടിമറിച്ച് മുന്നോട്ടു പോകാനാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കരുതേണ്ടെന്നും ASF മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടെ PM ശ്രീ പദ്ധതിയിൽ അംഗമായതിന് വിദ്യാഭ്യാസ വകുപ്പിനെ ABVP അഭിനന്ദിച്ചു. ആദ്യം മുതൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ പങ്കുചേരാൻ മന്ത്രി V ശിവൻകുട്ടി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദ് പറഞ്ഞു. CPIയുടെ എതിർപ്പായിരുന്നു പ്രശ്നമായി നിന്നിരുന്നത്. രാഷ്ട്രീയമില്ലാതെ എല്ലാ കാലത്തും കൂടെയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അഭിനന്ദനം അറിയിക്കാനാണ് മന്ത്രിയെ കണ്ടതെന്നും വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഈ അധ്യയന വർഷം തന്നെ പരിഹരിക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്നും ഈശ്വർ പ്രസാദ് പ്രതികരിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയം മറന്നൊപ്പമുണ്ടാകും. നല്ല കാര്യങ്ങളെ എതിർത്താൽ സമരവുമായി രംഗത്തെത്തുമെന്നും ഈശ്വർ പ്രസാദ് പറഞ്ഞു. വീണുകിട്ടിയ അവസരം മുതലാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഈ വല്യേട്ടൻ അടിച്ചമർത്തലിൽ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നു. CPI വന്നാൽ UDFിൽ അർഹമായ സ്ഥാനം നൽകുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. വേദനകൾ കടിച്ചമർത്തി പ്രശ്നമൊന്നുമില്ലെന്ന് നാളെ CPI പറയും. പക്ഷേ അകൽച്ച ഉണ്ടായിക്കഴിഞ്ഞു. CPIയിൽ വിള്ളൽ വീണു കഴിഞ്ഞുവെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. CPIയിൽ നിന്ന് ഒരു വിഭാഗം UDFിലേക്ക് വരുമെന്നും അടൂർ പ്രകാശ് അവകാശപ്പെട്ടു. ഇതുവരെ ശ്രീ വിജയൻ, ഇനി മുതൽ വിജയൻ ശ്രീയാണെന്നും ശ്രീ PM സിന്ദാബാദ് എന്നും കുറിപ്പിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പങ്കുവച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിപ്പിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവടക്കം പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനേക്കാൾ ഇതിൽ CPIക്കുള്ള എതിർപ്പ് എങ്ങനെ മുതലെടുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ ആലോചിക്കുന്നത്.